പ്ലാസ്റ്റിക് സർജറിയിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈക്രോവാസ്കുലർ സർജറിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ചെങ്ങന്നൂർ KM ചെറിയാൻ ഹോസ്പിറ്റൽ കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജനായ ഡോക്ടർ സാനിയ സലീമാണ്. വെൽക്കം ഡോക്ടർ. താങ്ക് യു. മാഡം, ഈ അടുത്ത കാലത്ത് കേൾക്കുന്ന ഒരു വാക്കാണല്ലോ മൈക്രോവാസ്കുലർ സർജറി എന്നുള്ളത്. എന്താണ് ഈ മൈക്രോവാസ്കുലർ സർജറി? നമ്മുടെ ശരീരത്തിലെ 1 mm താഴെയുള്ള രക്തക്കുഴലുകളെ നമ്മളൊരു ഓപ്പറേറ്റീവ് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി തുന്നിച്ചേർത്ത് നമ്മൾ ഓരോ പാർട്ടിൻ്റെ ഫങ്ഷനും അതിൻ്റെ അവയവങ്ങളിലെ റിസ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിനെ കോമൺ ആയിട്ട് പറയുന്ന ഒരു ടെർമിനോളജിയാണ് മൈക്രോവാസ്കുലർ സർജറി എന്നുള്ളത്. നമ്മൾ മൈക്രോവാസ്കുലർ സർജറിയുടെ ഭാഗമായിട്ട് നമ്മൾ പല പ്രൊസീജിയേഴ്സ് ചെയ്യാറുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ മൈക്രോവാസ്കുലർ ഫ്രീ ഫ്ലാപ്സ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെ വിരലുകൾ അറ്റുപോയി കഴിഞ്ഞാലുള്ള റീപ്ലാന്റേഷൻ സർജറിയും മൈക്രോവാസ്കുലർ സർജറിയിലാണ് വരുന്നത്. പിന്നെ നമ്മൾ മൈക്രോവാസ്കുലറിന് 1 mm താഴെയുള്ള വെസൽസ് ആണെങ്കിൽ അതിൻ്റെ ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് സൂപ്പർ മൈക്രോ സർജറി എന്ന് പറയും. അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ കാലിൻ്റെ മന്ദരോഗം പോലെയുള്ള അസുഖങ്ങൾക്കും നമ്മൾ സൂപ്പർ മൈക്രോ സർജറി എന്നുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാറുണ്ട്. മാഡം, ഇപ്പോൾ മൈക്രോവാസ്കുലർ ഫ്രീ ഫ്ലാപ്പ് എന്ന് പറഞ്ഞല്ലോ, അതെന്താണ്? നമ്മൾ മൈക്രോവാസ്കുലർ ഫ്രീ ഫ്ലാപ്പ് സർജറി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുകയോ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഭാഗം നഷ്ടപ്പെട്ടു പോവുകയോ മുറിച്ച് കളയേണ്ടി വരുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം അവിടെ ഒരു ഡിഫക്റ്റ് ഉണ്ടാകാറുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ആ പാർട്ടിലെ മാംസമോ അല്ലെങ്കിൽ എല്ലുകളോ നഷ്ടപ്പെട്ടു പോയേക്കാം. ക്യാൻസർ സർജറിയുടെ പാർട്ടായിട്ട് ക്യാൻസർ വന്ന ഭാഗം നീക്കം ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് തിരിച്ച് നമ്മുടെ അവയവങ്ങൾ റിസ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സർജറിയുടെ പേരാണ് മൈക്രോവാസ്കുലർ ഫ്രീ ഫ്ലാപ്പ് എന്ന് പറയുന്നത്. ഇപ്പം മൈക്രോവാസ്കുലർ ഫ്രീ ഫ്ലാപ്പ് സർജറിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തെ മാംസവും അല്ലെങ്കിൽ എല്ലുകളാണ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മാംസവും എല്ലും കൂടെ അവിടെയുള്ള രക്തക്കുഴലുകൾ, അതായത് അവിടെയുള്ള ആർട്ടറിയും വെയിനും എടുത്തിട്ട് നമ്മൾ എവിടെയാണോ അത് ആവശ്യമുള്ളത് ആ ഭാഗത്തോട്ട് കൊണ്ടുപോയിട്ട് ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ കൃത്യമായിട്ട് തുന്നിച്ചേർക്കുന്ന ആ പ്രൊസീജിയറിനെയാണ് മൈക്രോവാസ്കുലർ ഫ്രീ ഫ്ലാപ്പ് സർജറി എന്ന് പറയുന്നത്. മാഡം, ഈ വിരൽ മുറിഞ്ഞു പോയാൽ അത് തിരിച്ച് തുന്നിച്ചേർക്കുന്നത് മൈക്രോവാസ്കുലർ സർജറിയാണോ? അതെ, നമ്മുടെ കൈയുടെയും കാലിൻ്റെയൊക്കെ വിരലുകൾ അറ്റുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ ആ അറ്റുപോയ പാർട്ടിൽ ചെറിയ ചെറിയ രക്തക്കുഴലുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ റീപ്ലാന്റേഷൻ സർജറി അല്ലെങ്കിൽ റീവാസ്കുലറൈസേഷൻ സർജറി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ സർജറി നമ്മൾ വിരൽ തിരിച്ച് തുന്നിച്ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ വിരലിലോട്ടുള്ള സർക്കുലേഷൻ നിലനിർത്താനായിട്ട് ചെറിയ രക്തക്കുഴലുകൾ തുന്നിച്ചേർക്കാറുണ്ട്. അപ്പം ഇതും മൈക്രോവാസ്കുലർ സർജറി തന്നെയാണ് നമ്മൾ ഈ റീപ്ലാന്റേഷനിൽ ചെയ്യുന്നത്. മാഡം, ലിംഫെഡിമയിൽ ഈ മൈക്രോവാസ്കുലർ സർജറി എത്രമാത്രം പ്രയോജനമാണ്? നമുക്ക് ലിംഫെഡീമ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കാലിൽ വരാറുണ്ട്. കാലിന് വരുന്ന ലിംഫെഡീമ നമ്മൾ മന്ദരോഗം കാരണമാണ് കാലിൽ ലിംഫെഡീമ വരുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് അപ്പർ ലിംബിൽ അല്ലെങ്കിൽ കൈകളിൽ ലിംഫെഡീമ വരുന്നത് ബ്രസ്റ്റ് ക്യാൻസർ, കോമൺ ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ശേഷം, റേഡിയേഷന് ശേഷം, അല്ലെങ്കിൽ നമ്മളെ കക്ഷത്ത് എന്തെങ്കിലും സർജറി ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ ലിംഫ് നോഡ്സ് റിമൂവ് ചെയ്തതിന് ശേഷം ലിംഫെഡീമ വരാറുണ്ട്. അപ്പം ലിംഫെഡീമയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാലിലുള്ള ലിംഫാറ്റിക് ചാനൽസ്, അത് നമ്മുടെ രക്തക്കുഴൽ പോലെ തന്നെ ലിംഫിനും ഓരോ വെസൽസ് ഉണ്ട്. അപ്പം ഈ വെസൽസിന് ബ്ലോക്ക് സംഭവിക്കുകയോ അല്ലെങ്കിൽ ലിംഫ് നോഡ് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലിംഫാറ്റിക് ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ കെട്ടിക്കിടക്കുന്ന ഒരു സംഭവമാണ് ലിംഫെഡീമയായിട്ട് പേഷ്യൻസ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിംഫെഡീമയിൽ എങ്ങനെയാണ് മൈക്രോവാസ്കുലർ സർജറി ആപ്ലിക്കബിൾ എന്ന് വെച്ചാൽ നമുക്ക് 2-3 രീതിയിൽ ലിംഫെഡീമ ട്രീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലിംഫെഡീമ കാരണം നമ്മുടെ കാലിൻ്റെയും കൈയുടെയും ഒരുപാട് ലിംഫിൻ്റെ ലിംഫാറ്റിക് ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്ത് പോകാത്ത കാരണം നമ്മുടെ സർക്കംഫറൻസ് കൂടിയിട്ട് കൈയുടെയും കാലിൻ്റെയും വലിപ്പം കൂടും. അപ്പം ഈ വലിപ്പം കൂടിയ എക്സസ് ആയിട്ടുള്ള ടിഷ്യൂസ് റിമൂവ് ചെയ്യുന്നത് കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് തന്നെ വലിപ്പം കുറയ്ക്കാൻ പറ്റും. ഇത് സർജറി കൊണ്ട് തന്നെയാണ് ഇത് മാറ്റുന്നത്. പക്ഷേ അതിൻ്റെ ഒരു കാരണത്തിൻ്റെ ട്രീറ്റ് ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ ലിംഫാറ്റിക് വെസൽസ് അല്ലെങ്കിൽ ലിംഫ് നോഡ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ലിംഫാറ്റിക് വെസൽസ് കറക്റ്റായിട്ട് പ്രവർത്തിക്കാത്തത് മൂലമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം ഇത് പരിഹരിക്കാനാണ് നമുക്ക് മൈക്രോവാസ്കുലർ സർജറി അവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ ഈ ലിംഫാറ്റിക് വെസൽസ് എല്ലാം 1 cm താഴെയാണ്. 1 cm അല്ല, അതൊരു 0.5 cm ഉള്ള ചെറിയ
വെസൽസ് ആണ്. അപ്പം ഇത് നമ്മൾ സൂപ്പർ മൈക്രോ സർജറിയിലൂടെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. സൂപ്പർ മൈക്രോ സർജറി എന്ന് പറയുമ്പോൾ ഈ ലിംഫാറ്റിക് ചാനൽസിന് അത്രയും ഹൈ മാഗ്നിഫിക്കേഷൻ ഉള്ള മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടുകൂടി ഈ ലിംഫാറ്റിക് പ്രശ്നമുള്ള ലിംഫാറ്റിക് വെസൽസ് റിമൂവ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ടുള്ളത് തുന്നി ചേർക്കുകയും, അല്ലെങ്കിൽ നമുക്ക് ഈ ലിംഫ് നോഡ് കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ലിംഫ് നോഡ് എടുത്ത് വേറൊരു സ്ഥലത്ത് നിന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിലും നമുക്ക് ലിംഫഡീമ ട്രീറ്റ് ചെയ്യാനായിട്ട് മൈക്രോവാസ്കുലർ സർജറി സഹായിക്കുന്നതാണ്. അപ്രതീക്ഷിതമായി നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുകയോ അസുഖങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ തിരിച്ച് ഇതുപോലുള്ള സർജറീസ് മൂലം നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും.